അല്ല മാഷിപ്പോ കൈക്കോട്ടെടുക്കാനും തുടങ്ങിയോ? നല്ലി ഇതേ മൊയ്തീൻ വന്നു. എന്താ മൊയ്തീനെ മീൻ? നല്ല പെടക്കിന് അയലുണ്ട് മാഷെ, എടുക്കട്ടെ? അയില പെടച്ച് പെട്ടെന്ന് ചാടിപ്പോകാതെ നോക്കിയോ. ഈ മാഷ് ഇപ്പോഴും പണ്ട് സ്കൂളിൽ പറഞ്ഞ അതേ തമാശ തന്നെയാ. ആ തമാശ കേട്ട് സഹിക്കാൻ വയ്യാതല്ലയോ മൊയ്തേ 3ാം ക്ലാസ്സിൽ പഠിപ്പ് കിട്ടി ചാടിയത്. അല്ല മാഷ, 1 കിലോ എടുക്കട്ടെ? 1 കിലോയോ? ഞങ്ങക്ക് മറിച്ച് വിൽക്കാനൊന്നുമല്ല, ആകെ 3 വരെ ഉള്ളൂ. 3 എണ്ണം മതി. 3 എണ്ണം മതി. എന്റെ നല്ലടുത്തിയെ ഈ മാഷിന്റെ പിശുക്കിന് മാത്രം ഇപ്പോഴും ഒരു കുറവില്ല. നിങ്ങൾ കുറച്ച് പൈസയൊക്കെ ചെലവാക്കി മാഷേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതിനെ. അല്ലെങ്കിൽ നമ്മൾ അബൂക്കാന്റെ വിവരം അറിഞ്ഞാ? എന്താ മൊയ്തീനെ? നാട് മുഴുവൻ നടന്ന് യാത്ര പറഞ്ഞിട്ട് ഇപ്പൊ ഹജ്ജ് യാത്ര മുടങ്ങിന്ന്. എന്ത് പറ്റി? പൈസ ശരിയായില്ലാന്ന്. അല്ല, എനക്കിപ്പോ എന്താ ഹജ്ജിന് പോകാൻ പൂതില്ല എന്നിട്ടാ? ഇത്രയൊന്നും പൈസ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് പഠിച്ചോയെ പൈസ ഉള്ളവർക്ക് മാത്രം ഹജ്ജ് നിർബന്ധാക്കി. നമ്മള് പോട്ടെ മാഷേ. അബൂക്ക, അബൂക്ക. മാഷോ, വാ ഇരിക്ക്. യാത്രക്ക് എന്തോ തടസ്സമുണ്ടെന്ന് പറയണ കേട്ടു. ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ശരിയായില്ല. ഒരു ശ്രമം നടത്തി നോക്കി, നടന്നില്ല. പണമാണോ അബൂക്ക പ്രശ്നം? അതേ മാഷേ, ചില കണക്കുകൂട്ടലുകൾ തെറ്റി. എത്ര രൂപയുടെ കുറവുണ്ട് എന്നെനിക്കറിയില്ല. ഇത് ഒരു 50,000 രൂപയുണ്ട്. ഈ പണം കൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ സന്തോഷമുള്ളൂ. സ്വന്തം മോന് പോലും വേണ്ടാത്ത ആരോരുമില്ലാത്തവരാ ഞങ്ങൾ. ആ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരനുജനെ പോലെ മുന്നിൽ വന്ന് നിൽക്കുക. നന്ദിയുണ്ട് മാഷേ. പക്ഷേ ഈ സഹായം സ്വീകരിക്കാൻ പാടില്ല. ഹജ്ജിന് വേണ്ടി അടുത്ത രക്തബന്ധമുള്ളവരുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ, ഇവരുടെയൊക്കെ സഹായങ്ങളെ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ സ്വന്തം പണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അബൂക്ക, ഞാനൊരു അനുജനെ പോലെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന്. ഒരു അനുജനാണെന്ന് കരുതി എൻ്റെ ഈ സഹായം സ്വീകരിച്ചൂടെ? സ്വീകരിക്കണമെന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ പണം വാങ്ങിച്ച് ഹജ്ജ് ചെയ്യാൻ അള്ളാന്റെ നിയമങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ മാഷേ. നമുക്ക് സത്താറിനോട് കുറച്ച് പൈസ ചോദിച്ചാലോ? ഓ, നമ്മുടെ മോനല്ലേ, ഓന്റെ പൈസ ഹലാലല്ലേ. ജന്മം നൽകിക്കൊണ്ട് മാത്രം ഉപ്പയും മക്കളും ആവില്ല. ഓൻ എന്ത് ചെയ്തുണ്ടാക്കിയ കാശാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓന്റെ പൈസ നമുക്ക് ഹലാലല്ല യേശു. നമ്മൾ 2 പേർക്ക് പോകാനുള്ള പണയല്ലേ തികയാത്തത്? ഇപ്പോഴും ഒരാൾക്ക് പോകാലോ. ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വാ. എന്താ യേശു പറയുന്നത്? ഞാൻ ഹജ്ജ് സ്വപ്നം കണ്ടപ്പോഴും എൻ്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. കച്ചവടത്തിന് പോയാ 2-3 ദിവസം കൊണ്ട് ഓടിയെത്തുന്നതും നീ ഇവിടെ ഒറ്റക്കല്ലെന്ന് കരുതിയിട്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട യേശു.
നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ വീടും പറമ്പും വിറ്റാലോ? ഞാനും അത് ചിന്തിച്ചിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ വെച്ച് എനിക്ക് വല്ലതും സംഭവിച്ച കയറിക്കിടക്കാനൊരു കൂര പോലുമില്ലാതെ നീ എങ്ങോട്ട് പോകും? നമുക്ക് ഈ കൊല്ലം ഹജ്ജ് വിധിച്ചിട്ടില്ല യേശു. നിന്റെ പശുവിനെയും കിടാവിനെയും തിരിച്ചു വാങ്ങണം. ട്രാവൽസിൽ പോയി കാര്യം പറയണം. നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അബുക്ക, നിങ്ങൾ രണ്ടുപേരുടെയും ക്യാൻസലേഷൻ അതൊരു പ്രശ്നമല്ല. അവസാന നിമിഷം അങ്ങനെ ഉണ്ടാവാറുണ്ട്. പ്രായമുള്ള ആളുകളല്ലേ അധികവും. പക്ഷേ ഇത്രയും ആഗ്രഹിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഹജ്ജിന് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇക്കൊല്ലം ഞങ്ങൾക്കതിനുള്ള യോഗമില്ല. ഒരു 2500 പേരെങ്കിലും ഇക്കൊല്ലം ഞങ്ങളുടെ ഹജ്ജ് ടൂറിലുണ്ട്. അതിൽ നിങ്ങൾ രണ്ടുപേരുടെ ഒരു 50,000 രൂപ അത് പ്രശ്നമാക്കണ്ട അബുക്ക. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഇത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. ചെന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. മോനെ, ഹാജിമാര് ഇറാൻ കെട്ടുന്ന 2 കഷ്ണം തുണിയുണ്ടല്ലോ, അത് ചിലർ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയോ? മരിച്ച ആ മയ്യത്ത് പുതിയ. അതും കൂടി നാളെ ഒരു ബാധ്യതയാവരുന്ന് കരുതിയിട്ടാ. അങ്ങനെയുള്ള ഹജ്ജിന് കടം പറഞ്ഞിട്ട് പോകാനോ? അത് വേണ്ട മോനെ. അബുക്ക, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പായും ഉമ്മായും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ. അന്ന് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഇന്ന് എനിക്കതിനുള്ള പണമുണ്ട്. പക്ഷേ അവർ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് അവരെ തോന്നാറുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടോളാം. നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വാ അബുക്ക. ഞാനും വയസ്സും ആഗ്രഹിച്ചതും പോകാനൊരുങ്ങിയതും ഞങ്ങളുടെ ഹജ്ജിന് വേണ്ടിയാ. മോൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ ഹജ്ജാ. ഭൂമിൻ്റെ മുകളിൽ ഇങ്ങനെ ചിന്തിക്കുന്നൊരു മോനുണ്ടായ മണ്ണിൻ്റെ അടിയിൽ കിടക്കണ ഉപ്പാക്കും ഉമ്മാക്കും ഒരുപാട് ഹജ്ജ് ചെയ്ത പുണ്യം ഉണ്ടാവും. ചില മക്കളുണ്ട്, നമ്മൾ വെള്ളമൊഴിക്കും, വളമിടും. ഒരുപാട് വളർന്നാലറിയാം ഉള്ളു പൊള്ളയാന്ന്. എന്താ അബുക്ക? ഒന്നുമില്ല.